ഉമ്മ കറുത്തവളല്ലേ എന്നൊരു വാക്കുപയോഗിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു. സ്വഹാബികൾക്കിടയിൽ ചർച്ച നടക്കുമ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ഒരഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായത്തെ ഖണ്ഡിക്കുകയാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അത് അബൂദർ എന്നവർക്ക് ഇഷ്ടമായില്ല. അടിമയായിരുന്ന ബിലാലേ യബ്ന സൗദാ, കറുത്തവളുടെ മോനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അബൂദർ എന്നവർ അത് വിളിക്കാൻ പാടില്ലായിരുന്നു. കറുത്തവളുടെ മകനെ യബ്ന സൗദാ. പരാതിയുമായി ചെല്ലുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ലോകത്ത് ആദ്യമായി ദസ്തൂർ ഉണ്ടാക്കിയ അഷ്റഫുൽ ഖൽഖിന്റെ കോടതിയിലേക്ക് പരാതിയുമായി ചെല്ലുന്നു. മനുഷ്യന് അടിസ്ഥാനവും മനുഷ്യന് അസ്തിത്വവും നേടിക്കൊടുത്ത പുണ്യ ഹബീബിന്റെ മജ്ലിസിലേക്ക് പരാതിയുമായി ഓടിച്ചെന്നത് നാവുകൊണ്ടൊരു വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഗുരുവിന്റെ മുമ്പിലേക്ക് യാ റസൂലല്ലാഹ് ഇന്ന അബൂദർ അയ്യറനി ബി ഉമ്മി, നബിയേ ഈ അബൂദർ എന്റെ ഉമ്മയുടെ പേര് പറഞ്ഞ് എന്നെ അപമാനിച്ചു നബിയേ, എന്റെ ഉമ്മ കറുത്തവളാണെന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അബൂദറേ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ, അബൂദറേ നിങ്ങളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ സ്വഭാവമുണ്ടല്ലേ? അബൂദറേ നിങ്ങളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ സ്വഭാവമുണ്ടല്ലേ? അത്രേ ചോദിച്ചുള്ളൂ. തല താഴ്ത്തി ഹബീബിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി വന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ചെയ്തത്, ഈ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. പകപോക്കുകയല്ല, റിവെഞ്ച് ചെയ്യുകയല്ല. മദീനയുടെ പ്രധാന വഴിയിൽ മലർന്നു കിടക്കുകയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. ആ വഴിയിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരാൻ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ കടന്നു വരുമ്പോ ബിലാൽ തങ്ങളുടെ ഉമ്മയുടെ പേര് പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിച്ചതിന് പകരം അത് പൊരുത്തപ്പെടിക്കാൻ, ബിലാലേ നിങ്ങളുടെ ആ കറുത്ത കാലുകൊണ്ട് എന്റെ വലത്തെ കവിളിൽ നിങ്ങൾ ചെരുപ്പ് കൊണ്ടൊന്ന് ചവിട്ടണേ, എന്റെ മനസ്സിന് സമാധാനം കിട്ടാനാണ്. നിങ്ങളെക്കാളും സുപ്പീരിയറാണ് ഞാനെന്ന് എന്റെ മനസ്സിൽ എവിടെയോ തോന്നിയ ജാഹിലിയത്ത് എന്നിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ കവിളിലൊന്ന് ചവിട്ടുമോ? അപ്പോഴാണ് കൈഫ അത്ഉ അലാ വജ്ഹിൻ ത്വലമാ സജദ ലില്ലാഹ്, അല്ലാഹുവിന് സുജൂദ് ചെയ്ത ഒരു മുഖത്ത് ഞാൻ എന്റെ കാലുകൊണ്ട് ചവിട്ടുകയോ? അബൂദറേ എന്താ നിങ്ങൾ ഈ പറയുന്നത്? എഴുന്നേൽക്കിൻ, നിങ്ങൾ എന്റെ സഹോദരനാണ്, അൻത അഖീ ഫില്ലാഹ് എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്ത് കണ്ണുനീർ വാർക്കുന്ന ഈ രണ്ട് മനസ്സുകളെ വാർത്തെടുത്തത് 23 കൊല്ലത്തിന്റെ ഹബീബിന്റെ ദഅവത്താണ്. ഈ മാറ്റം ലോകത്ത് സാധ്യമാക്കിയ ഏത് പരിഷ്കർത്താവ് ലോകത്തുണ്ട്? ഏത് വിപ്ലവകാരി ലോകത്തുണ്ട്? അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ഒരു മുതലാളി, ആ മുതലാളിയുടെ ഇപ്പുറത്ത് ഒരു മിസ്കീനായ മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഇരുന്നപ്പോ മുതലാളി തന്റെ വസ്ത്രമൊന്ന് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അയാൾ ചവിട്ടണ്ടെന്നോ അയാളുടെ ദേഹത്തെ ഡേർട്ട് തന്റെ ശരീരത്തിൽ ആവണ്ട എന്നോ ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ വസ്ത്രം കൂട്ടിപ്പിടിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് തോന്നി ഇത് മനുഷ്യ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ്. തങ്ങൾ ചോദിച്ചു, ധനികനായ മുതലാളിയായ മനുഷ്യനോട്, സ്വഹാബിയോട്, നിങ്ങൾ പേടിച്ചോ? ഈ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുമ്പോൾ അയാളുടെ ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുമെന്ന് പേടിച്ചോ? അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് അയാളിലേക്ക് ഒഴുകിപ്പോകുമെന്ന് പേടിച്ചോ? എന്തുകൊണ്ട് നിങ്ങൾ അയാളിൽ നിന്ന് വിട്ടുനിന്നു? സ്വഹാബി പറഞ്ഞു, നബിയേ ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷെ ഹബീബിന് മനസ്സിലായി മുതലാളിയും തൊഴിലാളിയും തമ്മിൽ കാണിക്കുന്ന ഈ വിവേചനം. മനുഷ്യർ എല്ലാം ഒന്നാണ്, മനസ്സുകൾ ഒന്നാണ്, മനുഷ്യരൊന്നാണ്, നമ്മുടെ വികാര വിചാരങ്ങൾ ഒന്നാണ്, മാംസവും മജ്ജയും രക്തവും ഒന്ന് തന്നെയാണ്. ഇവിടെ വിവേചനം പാടില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മനുഷ്യർക്ക് മുഴുവൻ നേതാവാണ് നബിയെ അങ്ങ്.
മനുഷ്യകുലത്തിന്റെ നേതാവാണങ്ങ്, മനുഷ്യത്വം ലോകത്തിന് പഠിപ്പിക്കാൻ വന്നവരാണങ്ങ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതലാളിയായ മനുഷ്യൻ ഹബീബായ നബിയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഈ മാറ്റമാണ് നുബുവത്തിന്റെ മാറ്റം, ഈ മാറ്റമാണ് റിസാലത്തിന്റെ മാറ്റം, ഈ മാറ്റമാണ് പ്രവാചക ദൗത്യം കൊണ്ട് ലോകത്തുണ്ടായത്. അയാൾ ചോദിച്ചു, നബിയേ അത്തനാസലു അൻ നിസ്ഫി മാലി, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ഇയാൾക്ക് കൊടുത്തോട്ടെ നബിയേ. ആർക്ക്? ഈ പാവപ്പെട്ട മനുഷ്യന്. അയാളോട് എന്ത് ചെയ്തു? വസ്ത്രങ്ങൾ കൂട്ടിപ്പിടിച്ചു എന്ന് മാത്രം, അത്രേ ചെയ്തിട്ടുള്ളൂ. അയാളുടെ വീട്ടിലേക്കുള്ള വഴി മുടക്കിയിട്ടില്ല, അയാളുടെ വീട്ടിലേക്ക് വരുന്ന കല്യാണം മുടക്കിയിട്ടില്ല, അയാൾക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. തന്റെ അരികത്ത് വന്നിരുന്നപ്പോഴേ വസ്ത്രം ഒന്ന് കൂട്ടിപ്പിടിച്ചു. ആ വേദനയ്ക്ക് പകരം നബിയേ എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊടുത്തോട്ടെ, അള്ളാഹു എനിക്ക് മാപ്പ് തരുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കൂ. അയാൾ എന്ത് പറയുന്നു? ആ ദാരിദ്ര്യമുള്ള സ്വഹാബി തനിക്ക് തന്റെ സമ്പത്തിന്റെ പകുതി തരാമെന്ന് പറഞ്ഞ മുതലാളിയോട്, ലാ, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, അഖാഫു അഖാഫു, ഞാൻ പേടിക്കുകയാണ്, ഞാൻ പേടിക്കുകയാണ്, നിങ്ങൾക്ക് അയ്യദ്ഖുലനി മിനൽ ഗുറൂരി മാ ദഖലക്, നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്ന ആ ഒരു അഹംഭാവത്തിന്റെ ചില ശകലങ്ങളെങ്ങാനും പൈസ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് തോന്നിയാലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ആ സ്വഹാബി തന്റെ മുതലാളിയായ സ്വഹാബിയോട് മറുപടി പറയുന്നു. എനിക്കിത് വേണ്ട, എന്റെ കയ്യിൽ കാശ് വന്നാൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ എനിക്കാരോടെങ്കിലും ഇതുപോലെ ഒരു മേൽക്കോയ്മ തോന്നിയാലോ, എനിക്കത് വേണ്ട. ഇങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബിന്റെ ജീവിതത്തിൽ നിന്നുണ്ടായ മാറ്റമാണ്. വ്യഭിചാരം ഇഷ്ടമായൊരു സ്വഹാബി, ഒരു അനുയായി, പൊന്നാര നബിയെ ഇസ്ലാമിന്റെ ശരീഅത്തുകൾ, എക്കോ കുറക്കണം, കുറച്ച് എക്കോ ഉണ്ടോ? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ എനിക്ക് എല്ലാം ഇഷ്ടമാണ് നബിയെ, ഞാൻ എല്ലാം അംഗീകരിക്കുന്നു നബിയെ, എനിക്ക് പ്രശ്നമല്ല. എന്നാൽ വ്യഭിചാരം നബിയെ എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇദല്ലി ബിസ്സിനാ, എനിക്ക് വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ എനിക്ക് അനുമതി നൽകണമേ, അതിലൊരു ഇളവ് എനിക്ക് നൽകുമോ നബിയെ എന്ന് പ്രവാചകരോട് ചോദിച്ചു വരുന്ന അനുയായി ഹബീബായ നബി തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം, അതർലാഹു ലിബിൻതിക്, നിനക്കൊരു മകളുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായ മകളെ ആരെങ്കിലും റേപ്പ് ചെയ്യുന്നത്, ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാണോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ. നിങ്ങളുടെ പെങ്ങളെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല, വേണ്ട നബിയെ, വേണ്ട, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ ഭാര്യയെ, ഇല്ല നബിയെ, ഇല്ല. എന്നാൽ നിങ്ങൾ വ്യഭിചരിക്കുന്നത് മറ്റൊരാളിന്റെ മോളാണ്, മറ്റൊരാളിന്റെ പെങ്ങളാണ്, മറ്റൊരാളിന്റെ ഭാര്യയായിരിക്കും, അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ടൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ തുഹിർ ഖൽബഹു വഗ്ഫിർ ദംബഹു, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന് ശുദ്ധി നൽകണമേ, വഗ്ഫിർ ദംബഹു, അവന്റെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഹബീബിന്റെ മജ്‌ലിസിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അയാൾ പറയുന്നത്, ഈ ഹബീബിന്റെ മുമ്പിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്കിഷ്ടമായിരുന്ന വ്യഭിചാരം ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എന്റെ മനസ്സിന് ഏറ്റവും വെറുപ്പുള്ളതായി മാറിയിരിക്കുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, ഹൃദയങ്ങൾക്കുള്ളിലേക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞ ഈ ആത്മവിശുദ്ധിയുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രവാചകന്മാർക്ക് മുഴുവനും നേതാവായി വന്നവർ, മനുഷ്യ സംസ്കൃതിയുടെ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തവർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മാൻപേടയോട് ഹബീബ് കാണിച്ച കാരുണ്യം കണ്ടുകൊണ്ട് കലിമ ചൊല്ലി വിശ്വസിച്ച ജൂതനായ മനുഷ്യൻ ഹബീബായ നബി തങ്ങളുടെ അരികത്ത് വന്ന് നാടകം കളിച്ച, അല്ലെങ്കിൽ
അഭിനയം ചെയ്ത സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ജൂത പണ്ഡിതനായിരുന്ന മനുഷ്യൻ ഹബീബായ നബി തങ്ങൾ അയാളിൽ നിന്ന് കാശ് കടം വാങ്ങിയിരുന്നു. തിരിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടില്ല. ആ സമയം എത്തുന്നതിന് മുമ്പ് നബിയോട് കടം തിരിച്ചു ചോദിക്കാൻ വന്ന സയ്യിദ് ഇബ്നു സഅന, അദ്ദേഹം ജൂതനായിരുന്നു. പുണ്യനബി തങ്ങൾ അവിടുത്തെ സ്വഹാബിന്റെ കൂടെ ഇരിക്കുമ്പോഴേ ഇയാൾ ഓടി വന്നിട്ട് പറയുകയാണ്, യാ മുഹമ്മദ് നബിയെ, ഇഖ്ലി അലയ്യ ദൈനി, എന്റെ കടം വീട്ടണം. അൻതും ബനു അബ്ദുൽ മുത്തലിബ് മുമാത്തിലൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ കാശുണ്ടെങ്കിലും കടം തിരിച്ചു കൊടുക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന സ്വഹാബിമാർക്ക് ഈ ഇൻസൾട്ട് കാണാൻ സഹിക്കാൻ കഴിയുമോ? ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ചോദിച്ചു, നബിയെ, കടം തിരിച്ചു കൊടുക്കാനുള്ളത് ശരി തന്നെയാവാം, കടം അയാൾ തന്നിട്ടുണ്ടാകാം, പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അൻതും ബനു അബ്ദുൽ മുത്തലിബ് മുമാത്തിലൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കള് കാശ് ഉണ്ടെങ്കിലും തിരിച്ചു കൊടുക്കാതെ കടം തന്നവരെ ബുദ്ധിമുട്ടാക്കുന്നവരാണ്. നബിയെ, ഈ വാക്കുകളൊന്നും കേട്ടു നിൽക്കാൻ ഉമറിന് സാധിക്കുന്നില്ല. നബിയെ, ദഅനി അദ്രിബു ഉനുഖ, ഈ മനുഷ്യനെ ഞാൻ ഇവിടുന്ന് നിലംപരിശാക്കട്ടെയോ, ഈ മനുഷ്യനെ ഞാൻ കൊല ചെയ്യട്ടെയോ എന്ന് നബിയോട് ചോദിക്കുന്ന ഹബീബിന്റെ അനുയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളോട് നബിയുടെ മറുപടി എന്താണ്? ഉമറേ, ഇതാണോ നിങ്ങൾ പറയേണ്ടത്? ഇവിടെ എനിക്ക് അയാൾ കടം തന്നിട്ടുണ്ട്, ഞാൻ കടം തിരിച്ചു കൊടുക്കേണ്ട ആളാണ്, പക്ഷേ സമയമായിട്ടില്ല. 2 മാസത്തെയോ 3 മാസത്തെയോ സമയം നിശ്ചയിച്ചിട്ട് സമയമാകുന്നതിന് മുമ്പ് എന്നോട് വന്ന് ചോദിക്കുന്ന സയ്യിദ് ഇബ്നു സഅനയോട്, ഉമറേ, ഈ വർത്തമാനമാണോ നിങ്ങൾ പറയേണ്ടത്? തഅമുറുനി ബിഹുസ്നിൽ ഖളാ വ തഅമുറുഹു ബിഹുസ്നിൽ തഖാദി, എന്നോട് പറയേണ്ടത് നബിയെ, ആ കടം മാന്യമായി തിരിച്ചു കൊടുക്കൂ എന്നും സയ്യിദ് ഇബ്നു സഅനയോട്, സയ്യിദേ, ആ കടം തിരിച്ചു ചോദിക്കുമ്പോ മാന്യമായി ചോദിക്കൂ എന്ന് പറയേണ്ടതിന് പകരം ഞാൻ കൊല്ലട്ടെയോ എന്നാണോ ഉമറേ നിങ്ങൾ ചോദിക്കുന്നത്? ആ ചോദിച്ചത് ശരിയായില്ല എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കൊടുക്കാനുള്ള മുഴുവൻ കാശും കൊടുത്തേക്ക്. ഉമറേ, പുറമെ 20 ഔൺസ് സ്വർണം ഇയാൾക്ക് ഏറെ കൊടുക്കണം, 20 ഔൺസ് സ്വർണം ഏറെ കൊടുക്കണം. സയ്യിദ് ഇബ്നു സഅന തിരിച്ചു കിട്ടാനുള്ള പണം കയ്യിൽ കിട്ടിയിട്ട് 20 ഔൺസ് സ്വർണം ഏറെ കിട്ടിയപ്പോ ചോദിച്ചു, ഇത് എന്താണ്? ഇപ്പൊ പറഞ്ഞു, എന്റെ അനുയായി ഉമർ നിങ്ങളെ പേടിപ്പിച്ചില്ലേ, നിങ്ങളെ കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചില്ലേ, ആ പേടിപ്പിച്ചതിന് പകരമാണിത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സയ്യിദ് ഇബ്നു സഅനയോട് പറഞ്ഞപ്പോഴാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വേദഗ്രന്ഥങ്ങൾ ഏതൊരു പ്രവാചകനെ സംബന്ധിച്ചാണോ പരാമർശങ്ങൾ നടത്തിയത്, വേദഗ്രന്ഥങ്ങൾ ഏതൊരു പ്രവാചകന്റെ ദിവ്യപ്രഭയെ കുറിച്ചാണോ പാറാൻ കുന്നുകളിൽ പ്രോജ്വലിക്കുമെന്ന് പറഞ്ഞത്, ആ പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങളിൽ എല്ലാം അങ്ങയിൽ സമ്മേളിച്ചതായി ഞാൻ കണ്ടു. ഞാനൊരു ജൂത പണ്ഡിതനാണ്, എന്നാൽ അതിന്റെ ഇടയിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരടയാളം അങ്ങയെപ്പറ്റി. ഈ അന്ത്യപ്രവാചകൻ ഹലീമുൻ ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോ ആളുകൾ ദേഷ്യം പിടിപ്പിച്ചാൽ ദേഷ്യം പിടിക്കുകയില്ലെന്ന് മാത്രമല്ല, അവധാനതയോടുകൂടെ പക്വതയോടുകൂടെ പെരുമാറുന്ന ആളാണ് ഈ പ്രവാചകനെന്ന് ഞങ്ങളുടെ കിതാബിൽ നബിയെ അങ്ങയെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങയെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഒരു സിനാരിയോ ഞാൻ ഉണ്ടാക്കുകയായിരുന്നു. ഇവിടെ ഞാൻ നാടകം കളിച്ചതാണ്, എനിക്ക് പണം വേണ്ട, അങ്ങനെക്ക് തരാനുള്ളതും ഏറെ തന്നതും ഹിയ സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വഴിയിൽ ദാനമാണ് നബിയെ, എനിക്ക് വേണ്ട, ഞാൻ മുസ്ലിം ആവുകയാണെന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ച സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു ഷഹീദായി മാറിയ സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. ഹബീബായ നബിയുടെ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പറയുമ്പോൾ അവിടുത്തെ അനുയായികളാണ് നമ്മൾ, ഹബീബിന്റെ അനുയായികളാണ് നമ്മൾ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, ഏറ്റവും നല്ല അധ്യാപകനായിട്ടാണ് എന്നെ അല്ലാഹു നിയോഗിച്ചത്. ധർമ്മം പഠിപ്പിക്കാൻ, നന്മ പഠിപ്പിക്കാൻ, ധർമ്മവും നന്മയും മൂല്യങ്ങളും പഠിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ച ഒരു അധ്യാപകനാണ് ഞാനെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഈസാ നബി അലൈഹിസ്സലാം ഷെപ്പേർഡായിരുന്നു എന്നാ പറയാ. ആടുകളെ മേച്ചു നടന്നിരുന്നവരാ. പ്രവാചകന്മാർ മുഴുവൻ ആളുകളും റാഇൽ ഗനം, ഷെപ്പേർഡുകളായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ ഇന്ന് ലോകത്ത് ഒരുപാട് ഭൗതിക വൈജ്ഞാനിക വിപ്ലവങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ, ജൂതന്മാർ അവർ പറയുന്നത് കിങ് ഡേവിഡ് അവരുടെ നേതാവാണെന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയും, മൂസാ നബി അലൈഹിസ്സലാം ആടുകളെ വെച്ച് നടന്നവരാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിന്റെ പണിയെടുത്ത ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. അവര് ടെക്നോളജിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ പ്രവാചകർ ഒരു ഇരുമ്പ് പണിക്കാരനോ കൊല്ലപ്പണിക്കാരനോ കാർപ്പന്ററോ ആയിരുന്നില്ല. നമ്മുടെ പ്രവാചകർ ഒരു മുഅല്ലിമാണ്, അധ്യാപകനാണ്. ജ്ഞാനവും അറിവും ലോകത്തിനെ പ്രസരിപ്പിച്ചവരാണ്, പ്രസരണം നടത്തിയവരാണ്. നമ്മിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് വലുതാണ്, നമ്മിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് വലുതാണ്. അൽ ബീറൂനിയെ പോലെ, ഇബ്നു ഹയ്യാനിനെ പോലെ, ഇബ്നു മൻസൂറിനെ പോലെ, അബൂബക്കർ റാസിയെ പോലെ പ്രഗത്ഭരായ ശാസ്ത്രത്തിന്റെ ഉത്തുംഗതയിലേക്ക് ഒരു കാലഘട്ടത്തിന്റെ ഗോൾഡൻ ഏജ് സൃഷ്ടിച്ച നമ്മുടെ മുൻഗാമികളുടെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് ഇനിയും ആ ലെഗസിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ധർമ്മത്തിനും ജ്ഞാനത്തിനും വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തിന്റെ ഗുരുവിനെ നമുക്ക് നൽകിയത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ജന്മാവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലം, ജനിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന കാലം, അനന്തര സ്വത്ത് നൽകപ്പെടാതിരുന്ന കാലം, നിർബന്ധിതമായ വിവാഹങ്ങൾക്ക് തലവെച്ചു കൊടുക്കേണ്ട കാലം. ആ സമയത്താണ് ഒരു പെൺകുട്ടിക്ക് തന്റെ ഭർത്താവ് ആരാവണമെന്ന് ചൂസ് ചെയ്യാനും റഫീസ് ചെയ്യാനുമുള്ള അധികാരമുണ്ട് എന്ന് പഠിപ്പിച്ച പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം فارجع فإن الجنة فالزمها فإن الجنة تحت قدميها. നിനക്ക് ജന്മം തന്ന മാതാവിന്റെ കാലിന്റെ താഴെയാണ് സ്വർഗം. ആ ഉമ്മയെ നീ പരിചരിക്കണേ, ഉമ്മയെ നന്നായി പരിചരിക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച മാതൃത്വത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃകകളായി ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾ മാറിയപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോ മഹദിയായ ഉമ്മു സുലൈം എന്നവർ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ ഒരു കുപ്പിയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. നബിയുടെ അമ്മായിയാണ് അവര്, ഖാല, നബി തങ്ങളുടെ ഉമ്മ വഴിക്കുള്ള അമ്മായിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉണർന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഉമ്മു സുലൈം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നബിയേ, ഇത് ഞങ്ങൾക്ക് സുഗന്ധമാണ്, ഞങ്ങളുടെ മക്കൾക്ക് അസുഖത്തിന് മരുന്നാണ് നബിയേ എന്ന് ഹബീബായ നബിയുടെ പുണ്യമേനിയെ തലോടി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ് നബിയെ അങ്ങ്, മരിച്ചു കിടക്കുമ്പോഴും സുഗന്ധമാണ് നബിയെ അങ്ങ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജ്റയിലേക്ക് കയറി വരുമ്പോ റബീഉൽ അവ്വൽ 12 തന്നെ ലോകത്തോട് വിട പറഞ്ഞ അന്ത്യഗുരുവിന്റെ മുഖം വെള്ളവസ്ത്രം കൊണ്ട് പുതച്ചു കിടക്കുമ്പോ ആ വെള്ളവസ്ത്രം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധമായ തിരുമുഖത്തേക്ക് ഉമ്മ വെച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നബിയേ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ്, മരിച്ചു കിടക്കുമ്പോഴും എന്തോ ഒരു സുഗന്ധമാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുൻതു ഫീ ലൈലത്തിൻ മുഖ്മിറ, പരിപൂർണ്ണ ചന്ദ്രൻ ഉദിച്ചുയർന്ന ഒരു രാവിൽ മദീനയുടെ പ്രാന്തപ്രദേശത്ത് പുണ്യനബിയോടുകൂടെ ഞാനും ഹബീബായ നബിതങ്ങളും അലൈഹി ഹുല്ലത്തുൻ ഹംറാ, ചമന്ന മനോഹരമായ ഒരു വസ്ത്രം, ഒരു പുതപ്പ് നബിയുടെ ദേഹത്തുണ്ട്. ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു, ലോകത്തിന്റെ ഗുരു എന്റെ മുമ്പിലുണ്ട്. ഞാൻ ചന്ദ്രനിലേക്ക് നോക്കും, അഹുവ അജ്മലു അം വജ്ഹു റസൂലില്ലാഹ്, ചന്ദ്രനാണോ പ്രഭയുള്ളത്, അതല്ല എന്റെ പ്രവാചകന്റെ മുഖത്താണോ ശോഭയുള്ളത്? ഫവല്ലാഹി ലവജ്ഹു മുഹമ്മദിൻ
മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മലു മിനൽ ഖമർ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആ രാവിൽ പുണ്യപ്രവാചകരുടെ മുഖം ഞാൻ നോക്കുമ്പോൾ പൂർണ്ണ ചന്ദ്രനേക്കാളും ശോഭയുള്ള മുഖമാണ് അഷ്റഫുൽ ഖൽഖിന്റെ മുഖം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ദാഹിയത്തുൻ മിൻ ദവാഹിൽ അറബ്. അറബ് ലോകം കണ്ട ഏറ്റവും വലിയ യുക്തിഭദ്രമായ ചിന്തകൾ എടുത്തിരുന്ന, യുക്തിഭദ്രമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ചിന്തകനെന്ന് അറബികൾ പേരിട്ട ദാഹിയത്തുൻ മിൻ ദവാഹിൽ അറബ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹബീബിന്റെ മുമ്പിൽ നിൽക്കുന്ന അനുഭവം പറയുന്നുണ്ട്. മാ കുൻതു അഖ്ദിറു അൻ അംലഅ ഐനി ബിന്നദരി ഇലാ വജ്ഹി റസൂലില്ലാഹ്. എന്റെ പ്രവാചകരുടെ മുഖത്തേക്ക് കണ്ണ് നിറയെ നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഇജ്ലാലൻ റസൂലില്ലാഹ്. അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് അല്ലാഹു നൽകിയ ലാവണ്യം, അല്ലാഹു നൽകിയ സൗകുമാര്യം, അല്ലാഹു നൽകിയ സൗന്ദര്യം, അത്രമേൽ സൗന്ദര്യത്തോടുകൂടെ അല്ലാഹു നൽകിയ ഗംഭീരവും ഇതെല്ലാം ഒത്തുചേർന്ന ഹുസ്ന യൂസുഫ് ദമേ ഈസാ യദേ ബൈസാദാരി ആൻച ഖൂബാ ഹമാദാറന്ദ തൂ തൻഹാദാരി. പ്രവാചകരെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം, ഹുസ്നെ യൂസുഫ് ദമേ ഈസാ, മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്ന കഴിവ്, യദേ ബൈസാദാരി, മൂസാ നബി അലൈഹിസ്സലാമിന്റെ തിളങ്ങുന്ന പ്രകാശിക്കുന്ന കയ്യ്, ഹബീബെ അങ്ങേക്ക് പ്രകാശിക്കുന്ന മുഖമുണ്ട്. അങ്ങയുടെ വാക്കുകളാൽ ലൗനാസബത് ഖദ്റഹു ആയാതുഹു ഇളമാ. പുണ്യനിബിതങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വം നമ്മളങ്ങ് മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ ജീവച്ഛവങ്ങളായ വസ്തുക്കളോട് എഴുന്നേൽക്കണമെന്ന് പറയേണ്ട ഹബീബിന്റെ പേര് പറഞ്ഞാൽ അവകൾ എഴുന്നേൽക്കുമായിരുന്നു. മംബുസുരി തങ്ങൾ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ പ്രവാചകന്മാർക്ക് നൽകിയ ഓരോരോ ഗുണങ്ങൾ ഓരോരോ പ്രവാചകരിൽ വിതറപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ആ എല്ലാ ഗുണങ്ങളും നബിയെ അങ്ങയിൽ അല്ലാഹു സമ്മേളിപ്പിച്ചിരിക്കുകയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഹബീബായ നബി തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞങ്ങളിൽ ഒരാളാണ് യഖ്സിഫു നഅലഹു, അവിടുത്തെ ചെരുപ്പ് നിബിതങ്ങൾ ഒറ്റക്ക് നന്നാക്കും. വയക്നിസുൽ അർള, ഭൂമി അടിച്ചുവാരും നിലം അടിച്ചുവാരും. ഒരു വീട്ടിലെ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ ഇത് പറയുമ്പോൾ നമ്മൾ പറയും, നിനക്ക് ചെയ്യാമോ? അതൊക്കെ നമ്മുടെ ആണുങ്ങളുടെ, നമ്മുടെ ഡിഗ്നിറ്റിക്ക് മോശമല്ലേ? നമ്മുടെ പ്രവാചകർ അത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ അറിയണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖീതു തൗബഹു, അവിടുത്തെ വസ്ത്രം അവിടുന്ന് തുന്നുമായിരുന്നു ഒറ്റയ്ക്ക്. പുണ്യനിബിതങ്ങൾ വയുമാസിഹു അഹ്ലഹു, അവിടുത്തെ വീട്ടുകാരോട് തമാശ പറയുമായിരുന്നു, ചിരിക്കുമായിരുന്നു. ഹത്താ ഇദാ ഹളറത്തിസ് സ്വലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, നിസ്കാരത്തിന്റെ വിളിയാളം ഉയർന്നാൽ കഅന്നഹു ലം യഅരിഫനാ വലം നഅരിഫുഹു, പ്രവാചകർ ഖറജ ഇല സ്വലാ, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകും. തങ്ങൾക്ക് ഞങ്ങളെയോ ഞങ്ങൾക്ക് തങ്ങളെയോ അറിയാത്ത പോലെ. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഭാര്യമാരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും സൗദ ബീവിയും തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കം പോലെ ആയിഷ ബീവിയുടെ വീട്ടിൽ നിബിധങ്ങൾ വന്നപ്പോഴേ സൗദ റളിയല്ലാഹു അൻഹ അവിടെ വന്നിരിക്കുന്നുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്പക്കാരിയായ ഹബീബിന്റെ ഭാര്യ നിബിധങ്ങൾക്കുണ്ടാക്കി വെച്ച സവീഖ് എന്ന ആ ഭക്ഷണം സൗദ ബീവിയോട് തിന്നാൻ പറഞ്ഞു. സൗദ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായും ഭാര്യമാർ തമ്മിലുണ്ടാകുന്ന അസൂയ പിണക്കം കാരണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾ തിന്നേ വെച്ചു, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഞാനിത് തേച്ചു പിടിപ്പിക്കും. സൗദ ബീവി വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൗദ ബീവിയുടെ മുഖത്തത് തേച്ചു പിടിപ്പിക്കുകയാണ്. സൗദ ബീവി ആയിഷ ബീവിയുടെ മുഖത്തും ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, എന്റെ മോൻ അബ്ദുള്ള ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ അടുത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നത്. തങ്ങൾ പറഞ്ഞു, ആയിഷ, സൗദ, വേഗം പോയി മുഖം കഴുകിക്കോളൂ, ഉമറാണ് വരുന്നത്, ഉമറാണ് വരുന്നത്.
ഇത് പറഞ്ഞ് ചിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കിടയിൽ ജീവിച്ച ഒരു നല്ല ഭർത്താവ്, അവരുടെ പിണക്കങ്ങളിൽ കൂടെ നിന്ന്, സന്തോഷങ്ങളിൽ കൂടെ നിന്ന്, തൻ്റെ കൂടെ 28 വർഷം ദാമ്പത്യ ജീവിതത്തിൽ തൻ്റെ കൂടെ നിന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ഇത്രമേൽ സ്നേഹിച്ച ഒരു ഭർത്താവാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഖദീജ എന്ന് പറയും. ആരെയാണെന്നറിയോ? ഇസ്ലാമിൽ പുണ്യനിബിധങ്ങൾ വിവാഹം ചെയ്ത വിവാഹങ്ങളെ നിരൂപിക്കുന്ന നിരൂപകന്മാർ മനഃപൂർവ്വം കണ്ണ് ചിമ്മി ഇരുട്ടാക്കുന്ന ആളുകളോട് പറയട്ടെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നബിതങ്ങളുടെ ആദ്യ ഭാര്യയായ 28 കൊല്ലം കൂടെ ജീവിച്ച് വേറൊരു സഹഭാര്യ കൂടെയില്ലാതെ ഖദീജ ബീവി വഫാത്താകുന്നവരെ വേറൊരു കല്യാണം നബിതങ്ങൾ കഴിച്ചിട്ട് പോലുമില്ല. തങ്ങളൊരു മനുഷ്യനായിരിക്കെ, പ്രവാചകരല്ലാതെ കേവലം ഒരു മനുഷ്യരായിരിക്കെ ആദ്യമായി നബിതങ്ങളുടെ ജീവിതത്തിലേക്ക് ഇണയെ സ്വീകരിച്ച ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യ, ഒരു ഭാര്യയാണ് ഹബീബ നബിതങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ പ്രവാചകത്വം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ് പ്രവാചകർക്ക് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ഖദീജ റളിയല്ലാഹു അൻഹ നബിതങ്ങളെക്കാൾ 15 വയസ്സ് മുതിർന്നവരാണ്. ഇതെന്താണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ കാണാത്തത്? 15 വയസ്സ് നബിയെക്കാളും മുതിർന്ന, 2 തവണ നബിക്ക് മുമ്പ് വിവാഹം ചെയ്യപ്പെട്ട വിധവയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നബി ഞങ്ങൾ പറയുമായിരുന്നു, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, അവളെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടും കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ സഹോദരിയായ ഹാലാ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ പുണ്യ നബിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, പുണ്യ നബിയോട് സലാം പറഞ്ഞു വരുമ്പോ ആ ശബ്ദം ഖദീജയുടെ ശബ്ദം, ആ സലാം ഖദീജ ബീവിയുടെ സലാം. അയ്യാമു ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഹബീബിന് ഓർമ്മ വരികയാണ്. ഇരുന്നിരുന്ന നബിതങ്ങൾ ചാടി എഴുന്നേറ്റു ഹാലാ ബീവിക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ. ഇത് കണ്ടപ്പോ ഹബീബിന്റെ കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ, നമ്മുടെ ഉമ്മമാരിൽ ഒരു ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ അസൂയ കൊണ്ട് നബിയോട് പറഞ്ഞു, നബിയേ, എന്നോ കാലത്ത് വൃദ്ധയായി മരിക്കുമ്പോ 68 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. 68 വയസ്സിൽ മരിച്ചുപോയ ആ ഖദീജ ബീവിയെ ഇപ്പോഴും നിങ്ങൾ ഓർക്കുകയാണോ? വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ആ വൃദ്ധയെക്കാളും എത്രയോ നല്ല ചെറുപ്പക്കാരിയായ ഭാര്യയെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലയോ? എന്നിട്ട് ഹാലയുടെ ശബ്ദം കേട്ടപ്പോ അങ്ങ് ചാടി എഴുന്നേറ്റല്ലേ എന്ന ഭാവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, എൻ്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ. എന്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങൾ ചെറുപ്പക്കാരിയാവാം. ഖദീജയേക്കാൾ സൗന്ദര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം, ഖദീജയേക്കാൾ നിങ്ങൾ ആരോഗ്യവതികളായിരിക്കാം. എന്നാൽ എൻ്റെ ഖദീജ ഈ ഉമ്മത്തിൽ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ അനുയായികൾ എന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ആരാധ്യനായ പടച്ചതമ്പുരാൻ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത, എന്നാൽ കണ്ണുകളെയും സർവ്വചരാചരങ്ങളെയും പടച്ച ഒരേ ഒരുത്തനാണെന്നും അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണെന്നും എൻ്റെ മുമ്പിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഖദീജ ബീവിയുടേതാണ്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. വാസതിനി ബിമാലിഹാ, സമ്പത്തില്ലാതിരുന്ന കാലത്ത് എനിക്ക് സമ്പത്ത് കൊണ്ട് സഹായം ചെയ്തിട്ടുണ്ട് ഖദീജ, ദീനിന് സഹായം ചെയ്തിട്ടുണ്ട് ഖദീജ, പാവപ്പെട്ടവരെ സഹായിച്ചവരാണവര്. എൻ്റെ ഖദീജ എൻ്റെ 6 മക്കളുടെ ഉമ്മയാണ്. 4 പെൺകുട്ടികൾക്കും 2 ആൺകുട്ടികൾക്കും ജന്മം കൊടുത്ത എൻ്റെ മക്കളുടെ ഉമ്മയാണ് ഖദീജ. ആയിഷ, ഖദീജയെ പോലെ ആവാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല എന്ന് നബിതങ്ങൾ പറയുമ്പോ 68 വയസ്സിൽ വൃദ്ധയായി മരിച്ചുപോയ ഒരു ഭാര്യയെ കുറിച്ചാണ് നബിതങ്ങൾ പറയുന്നത്. അവിടെ നിന്ന് പറയുമായിരുന്നു, റുസ്ഖ്തു ബിർറഹാ, റുസ്ഖ്തു ബിർറഹാ, റുസ്ഖ്തു ഹുബ്ബഹാ, റുസ്ഖ്തു ഹുബ്ബഹാ. ഖദീജ ബീവിയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയതാണ്. ഖദീജ ബീവിയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു തന്നതാണ്. എനിക്ക് അത്രമേൽ ബീവിയെ ഇഷ്ടമാണ്. ഒരു നല്ല വസ്ത്രം വന്നാൽ അത് കഷ്ണമാക്കി ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. നല്ല ഭക്ഷണം വന്നാൽ ഇത് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. എല്ലാം ഖദീജ ബീവിയെ ഓർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക്
ഒരു പെണ്ണ് വരുന്നു, ജുസാമ എന്ന് പറയുന്ന മഹദി. ആ മഹദിക്ക് നബി തങ്ങൾ പേര് മാറ്റിക്കൊടുത്തു. അൻതി ഹസ്സാന, നിങ്ങളുടെ പേര് ഹസ്സാന എന്നാണ്. ജുസാമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പല്ല് കൊഴിഞ്ഞു പോയ ഒരു ഉമ്മൂമ്മയായിരുന്നു അത്. ഹബീബിന്റെ മുമ്പിൽ ഒരുപാട് നേരം സംസാരിച്ച് തമാശ പറഞ്ഞ് ചിരിച്ച് പല കഥകളും പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ ഇതെന്താ കഥ? ഒരു വൃദ്ധയായ ഉമ്മയോട് ഇത്ര വലിയ കിന്നാരം പറയാൻ എന്താണ്, ആരാണിവർ? ആയിഷ, നിങ്ങൾക്കറിയില്ല, കാനത് തഅതീന അയ്യാമ ഖദീജ, എൻ്റെ ഖദീജ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ കാണാൻ വന്നിരുന്ന ഖദീജയുടെ കൂട്ടുകാരിയായിരുന്നവര്. ജുസാമ റളിയല്ലാഹു അൻഹ, ഹസ്സാന റളിയല്ലാഹു അൻഹ എപ്പോഴും ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ ഊഷ്മള ബന്ധമായി മരണപ്പെടുന്നത് വരേക്കും അതിനപ്പുറത്തേക്കും കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ച ഏറ്റവും നല്ല ഭർത്താവായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ർ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒരുപാട് നേരം, ഒരു 4 റക്അത്തെങ്കിലും നിസ്കരിക്കേണ്ട സമയം സുജൂദിൽ നബി തങ്ങൾ കിടക്കുന്നത് കണ്ടപ്പോ ഒരു സ്വഹാബിയെങ്കിലും തലപൊക്കി നോക്കി, നബി തങ്ങൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഹബീബിനെ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടോ? ഹബീബിന് എന്തെങ്കിലും അപകടം പിണഞ്ഞിട്ടുണ്ടോ? ഹബീബ് അവിടെ തന്നെയുണ്ട്, മെഹ്റാബിൽ സുജൂദിൽ തന്നെ കിടന്നു. അതൊരു മുറാബിച്ചിന്റെ ജോലിയാണ്, ഒരു പട്ടാളക്കാരൻ ചെയ്യേണ്ട ദൗത്യമാണത്. സ്വഹാബി അവിടെ തന്നെ കിടന്നു. കുറെ നേരം കഴിഞ്ഞ് അല്ലാഹു അക്ബർ, നബി തങ്ങൾ അത്തഹിയാത്തിലേക്ക് വന്നു. അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ സ്വഹാബിമാരൊന്നാകെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളെ, ഖിഫ്നാ അലൈക്, നബിയെ ഞങ്ങൾക്ക് പേടിയായി, ഞങ്ങൾ പേടിച്ചുപോയി നബിയെ. നിസ്കാരത്തിനിടക്ക് അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങ് അല്ലാഹുലേക്ക് യാത്രയായോ? അങ്ങ് മരിച്ചുപോയോ? അങ്ങയെ ശത്രുക്കൾ വല്ലതും ചെയ്തു കളഞ്ഞോ എന്നൊക്കെ ഞങ്ങൾ വല്ലാതെ പേടിച്ചു നബിയെ. എന്തേ സുജൂദിൽ അങ്ങ് ഇങ്ങനെ കിടന്നത് എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ ഗുരു കൊടുത്ത മറുപടി, പിഞ്ചുമക്കളോട് നമ്മൾ എങ്ങനെ കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുവിന്റെ മറുപടി ശ്രദ്ധിക്കണേ സ്വഹാബികളെ. ഇന്നബിനി ഹാദാ ഇർതഹലനി, എന്റെ ഈ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, ഹബീബായ നബിയുടെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മോൻ ഹസൻ എന്നവർ, ഇർതഹലനി, എന്റെ പെരടിയിൽ കയറിയിരുന്ന് കളിക്കാൻ തുടങ്ങി. അവന്റെ കളി തീരുന്നതിന്റെ മുമ്പ് അവനെ ഇളക്കിമറിച്ച് എഴുന്നേൽക്കാൻ എനിക്ക് തോന്നിയില്ല. അവന്റെ കളി തീരുന്നവരെ ഞാൻ കാത്തിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ നിസ്കാരം നീണ്ടുപോയത്, സുജൂദ് നീണ്ടുപോയത് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ ഗുരുവായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോഴേ ഹബീബായ തങ്ങളെ പിഞ്ചുമക്കളെ ഉമ്മ വെക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ അഖ്റഅ ഇബ്നു ഹാബിസ് എന്ന കാടൻ പ്രദേശത്ത് താമസിച്ചിരുന്ന അറാബിയായ മനുഷ്യൻ നബിയോട് ചോദിച്ചു, മുഹമ്മദ് നബിയേ, യാ റസൂലല്ലാഹ്, അതുഖബ്ബിലൂന അബ്നാഅകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉമ്മ വെക്കാറുണ്ടോ? തങ്ങൾ പറഞ്ഞു, അജൽ, അതെ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഉമ്മ വെക്കാറുണ്ട്, ഇതെന്റെ ഫാത്തിമയുടെ മക്കളാണ്. അഖ്റഅ ഇബ്നു ഹാബിസ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഇന്നലി അശ്റം മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട് നബിയേ, മാ ഖബ്ബൽതു മിൻഹും അഹദാ, ആ 10 മക്കളിൽ ഒരു കുട്ടിയെ പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പുണ്യ നബി കൊടുത്ത മറുപടി എന്താണ്? അവ അംലികു ഇന്നജഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, അഖ്റഅ ഇബ്നു ഹാബിസേ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാനാവും? ഇത് കരുണയാണ്. ഹബീബിന്റെ പുണ്യപ്രവാചകരുടെ പ്രിയപ്പെട്ട മോൻ മാരിയത്തുൽ ഖിബ്തിയ്യ ബീവിക്ക് ജനിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പിഞ്ചുമോൻ പുണ്യ നബിയുടെ ഹബീബിന്റെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെട്ടപ്പോ ഹബീബായ നബി തങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ട്. പുണ്യ നബി തങ്ങൾ തേങ്ങിക്കരയാൻ തുടങ്ങിയപ്പോ, മാ ഹാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ഇത്? അങ്ങ് കരയുകയോ? അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഐന ലതജ്മഅ വൽ ഖൽബ യഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. സഅദേ, കണ്ണുകൾ നനയും, ഹൃദയം തേങ്ങും, നമ്മൾ വ്യസനപ്പെടും, കുഞ്ഞു മരണപ്പെട്ടതിൽ സങ്കടപ്പെടും. വലാ നഖൂലു ഇല്ലാ മാ
യുർദി റബ്ബന, നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതൊന്നും നമ്മൾ പറയില്ല. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹസൂനൂൻ. മോനെ ഇബ്രാഹീമേ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കരുണയാണ്. തിൽക റഹ്മ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദി. അവിടുന്ന് കരഞ്ഞപ്പോ, കണ്ണുനീര് കണ്ടപ്പോ ഹബീബിന്റെ മറുപടി ഇത് കരുണയാണ്, ഇത് കാരുണ്യമാണ്, ഇത് കരുണയാണ്. യുദ്ധം നടക്കുന്ന ഭൂമികളിൽ നിന്ന് പിഞ്ചുമക്കൾ മുറിവേറ്റത് കാണുമ്പോൾ കണ്ണുകൾ നനയണം, കണ്ണുകൾ കരയണം, ഹൃദയങ്ങൾ വെങ്ങിപ്പൊട്ടണം. ഇത് കരുണയാണ്, ഇത് മനുഷ്യ സ്നേഹമാണ്, മനുഷ്യരോടുള്ള സ്നേഹമാണ്. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹസൂനൂൻ ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. അല്ലാഹുവിന്റെ അനുയായികളിൽ, പടച്ചവന്റെ അല്ലാഹുവിന്റെ ആശ്രിതരിൽ, മനുഷ്യരിൽ കരുണയുള്ളവരോട് മാത്രമേ അല്ലാഹു കരുണ ചെയ്യൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംസ്കാരം ലോകത്തിന് കൈമാറിയ ലോകത്തിന്റെ ഗുരുവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിഞ്ചുമക്കളോട്, പെണ്ണുങ്ങളോട്, വീട്ടുകാരോട്, സമൂഹത്തോട്, എല്ലാവരോടുമുള്ള അണുമുറിയാത്ത സ്നേഹത്തിന്റെ, ദയാവായ്പിന്റെ അണുമുറിയാത്ത കടലാണ്, മഹാസാഗരമാണ് നബിയെ അങ്ങ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു എന്ന പിതാവ് ഉഹദിലെ ഷഹീദാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഉഹദിലെ ഷഹീദാണ്. ജാബിർ എന്നവരോട് പറയുന്നു, യാ ജാബിറേ ഇബ്കി ഔ ലാ തബ്കി. ജാബിറേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കരയാം, അല്ലെങ്കിൽ കരയാതിരിക്കാം. ലഖദ് കല്ലമല്ലാഹു അബാക കഫാഹ. ജാബിറേ, സങ്കടപ്പെടരുത്. പിതാവിന്റെ മരണം ദുഃഖമാണ്, പിതാവിന്റെ മരണം സങ്കടമാണ്, പിതാവിന്റെ വേർപാട് സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ നിങ്ങളുടെ പിതാവിനോട് അല്ലാഹു നേർക്കുനേരെ സംസാരിച്ചിട്ടുണ്ട്. ജാബിറേ, നിങ്ങൾ എന്തിന് ഭയപ്പെടണം? ലഖദ് കല്ലമല്ലാഹു അബാക കഫാഹ ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു മീഡിയേറ്റർ ഇടയിലില്ലാതെ, ഒരു ഇടനിലക്കാരനില്ലാതെ അല്ലാഹു നിങ്ങളുടെ ഉപ്പയോട് സംസാരിച്ചു. ജാബിറെ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു ചോദിച്ചു, നിന്റെ ഉപ്പയോട് തമന്ന ചോദിച്ചോളൂ ജാബിറെ, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടത്? ജാബിർ തങ്ങളുടെ ഉപ്പയോട്, അബ്ദുല്ലാഹി തങ്ങളെ എന്താണ് വേണ്ടത്? അപ്പൊ നിന്റെ ഉപ്പ പറഞ്ഞു, അചമന്നാ അൻ അർജിഅ ഇലൽ അർദ് ഫഉഖ്തല ഫീക്. പടച്ചവനെ, ഒരിക്കലൂടെ ലോകത്തേക്ക് എന്നെ ഒന്ന് മടക്കി തരുമോ? അവിടെ ചെന്ന് നിനക്ക് വേണ്ടി ഒരിക്കലൂടെ രക്തസാക്ഷിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നിന്റെ ഉപ്പ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മറുപടി പറഞ്ഞു. അള്ളാഹുവിന്റെ മറുപടി, അബ്ദുല്ലാഹി ഇബ്നു അംറേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു വിഷയമാണ്. അന്നഹും ഇലൈഹാ ലാ യർജിഊൻ. ഭൂമിയിൽ നിന്ന് ജീവൻ നഷ്ടമായി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലൂടെ ഒരു തിരിച്ചുപോക്ക് ഭൂമിയിലേക്ക് ഞാൻ ആർക്കും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ ചോദിക്കരുത്. എന്താണ് വേണ്ടത്? പറഞ്ഞു, അല്ലാഹുമ്മ ർള അന്നീ, അല്ലാഹുവേ നീ എന്നെ സ്വീകരിക്കണമേ, നീ എന്നെ സ്വീകരിക്കണമേ, നീ എന്നെ സ്വീകരിക്കണമേ. അല്ലാഹുവിന്റെ മറുപടി അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങളോട്, ജാബിർ തങ്ങളുടെ ഉപ്പയോട്, അബ്ദുല്ലാഹ് റളീതു അൻക ഫലൻ അസ്ഖത അലൈക അബദാ. നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങളോട് ഒരിക്കലും ഞാൻ ഇനി ദേഷ്യപ്പെടുകയില്ല, നിങ്ങളോട് ഒരിക്കലും ഇനി ദേഷ്യമില്ല. എൻ്റെ സ്നേഹം മാത്രമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ജാബിറേ, നിങ്ങളുടെ ഉപ്പയുടെ മരണം അത് വേദനയുള്ളത് തന്നെയാണ്. ആ ഉപ്പാക്ക് അല്ലാഹു സ്വർഗം നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ സങ്കടപ്പെടണം? പക്ഷേ വാപ്പ മരണപ്പെട്ടു പോകുമ്പോ 7 പെങ്ങന്മാർ, 7 സഹോദരിമാർ അവരെ ഒറ്റക്കാക്കിയിട്ടാണ് പോയത്. ആ പെൺകുട്ടികളെ, സ്വന്തം സഹോദരിമാരെ വിവാഹം ചെയ്ത് അയക്കേണ്ട ബാധ്യതയുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന് വാപ്പയുടെ കച്ചവടത്തിലൂടെ വന്ന ഒരുപാട് നഷ്ടങ്ങളും കടവുമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന് വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇല റുസുലി.
ഹബീബായ നബി തങ്ങൾ ആ കടം ജാബിർ തങ്ങൾക്ക് വേണ്ടി ഹബീബായ നബി ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു, ജാബിറേ, നിങ്ങളുടെ ഈത്തപ്പഴങ്ങൾ ഉണക്കാൻ വെക്കുന്ന സ്ഥലം എവിടെ, എനിക്ക് കാണിച്ചു തരൂ. ജാബിർ എന്നവരെ കാണിച്ചു കൊടുത്തു. നബിയേ, കടക്കാര് വന്നാൽ, കടം തന്നവർ തിരിച്ചു ചോദിക്കാൻ വന്നാൽ അവർക്ക് എടുത്തു കൊടുക്കാൻ മാത്രം ഇവിടെ ഒന്നുമില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ച ജാബിർ എന്നവരോട് ഹബീബായ നബി തങ്ങൾ, ജാബിറേ, സമാധാനിക്കൂ, സമാധാനിക്കൂ. ആ ഈത്തപ്പഴത്തിന്റെ കൂനയിൽ നബി തങ്ങൾ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ജാബിറേ, ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് നിങ്ങൾ കടം തിരിച്ചു കൊടുക്കാനുള്ളത്? എല്ലാവരോടും വരാൻ വേണ്ടി പറ. ഓരോരുത്തരും വന്ന് ആവശ്യമായത് മുഴുവനും കോരിയെടുത്ത് കൊണ്ടുപോയിട്ടും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പഴം അതുപോലെ ബാക്കിയായ മഹാത്ഭുതം, മുഅ്ജിസത്ത് ജാബിർ തങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. സ്വന്തം അനുയായികളിൽ ഒരാളുടെ വേദന അവിടുത്തെ വേദനയായി കണ്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കൂടെയുണ്ട്. മദീന പള്ളിയിൽ നിസ്കാരം നടക്കാത്ത നേരം, സുബഹി കഴിഞ്ഞ് മുഹറിന്റെ ഇടയിലുള്ള നേരത്ത് മദീന പള്ളിയുടെ മൂലയിൽ വന്നിരുന്ന് തേങ്ങിക്കരയുന്ന മൗനിയായിരിക്കുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ നോക്കി ഞങ്ങൾ ചോദിച്ചു, യാ അബാ ഉമാമ, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ദുയൂനി വഹുമൂമി ലസിമത്തിനി യാ റസൂലല്ലാഹ്. നബിയേ, ഒരുപാട് കടങ്ങളുണ്ട് നബിയേ, സങ്കടമുണ്ട് നബിയേ, ദുഃഖമുണ്ട് നബിയേ, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഈ വിഷമം പറഞ്ഞപ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യനബിയുടെ മറുപടി, യാ അബാ ഉമാമ, അബൂ ഉമാമ, ഞാൻ നിങ്ങൾക്ക് ചില വാക്കുകൾ പറഞ്ഞു തരട്ടെ, ചില വചനങ്ങൾ പറഞ്ഞു തരട്ടെയോ? ആ വാക്കുകൾ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കടം നിങ്ങൾ അറിയാതെ അള്ളാഹു വിട്ടിത്തരും, നിങ്ങളുടെ സങ്കടം അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും. ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ, ബലാ യാ റസൂലല്ലാഹ്, പഠിപ്പിച്ചു തരൂ നബിയെ, ഞാനത് ചൊല്ലിക്കൊള്ളാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ ജീവിതത്തിന്റെ വഴിത്തിരിവായി മാറിയ ഒരു സംഭവമായിരുന്നു ഇത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതും അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു. എന്തായിരുന്നു തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. ജസാക്കുമുല്ലാഹ്. നമുക്ക് ഒന്ന് എഴുന്നേറ്റിരുന്ന് 3 സ്വലാത്ത് ചൊല്ലിയിരിക്കുക. സമയം ഞാനിപ്പോൾ തുടങ്ങിയിട്ട് തന്നെ 1 മണിക്കൂറായി. നിങ്ങൾ വളരെ നേരത്തെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാഷാ അല്ലാഹ്, വോയിസ് ഓഫ് അൻവാർ ശരി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു പ്രസാധനം നമ്മുടെ മുമ്പിലുണ്ട്. മോചനം അൻവാർ ശരി ജാമിയ അൻവാർ 36ാം വാർഷിക സമ്മേളനോപഹാരം. ഇത് നമ്മുടെ നഗരിയിൽ ലഭ്യമാണ്. കഴിയുന്ന ആളുകൾ നല്ലൊരു സംഭാവന കൊടുത്തിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമാകുന്ന വിധം അത് കൈപ്പറ്റണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ബിസ്മില്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. ഇത് ഈ നൃത്തത്തിന് 2 ഉപകാരമാണ്. ഒന്ന് പോകേണ്ടവർക്ക് പോകാനും ഇരിക്കുന്നവർക്കൊന്ന് ഫ്രഷ് ആവാനുമുള്ള ഒരു സൗകര്യം അതാവശ്യമാണ്. എല്ലാവരും ഇരിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് പോകുമ്പോൾ വലിയ പ്രയാസമാകും. കുറേ സമയമായാലും നിങ്ങൾ ഇരിക്കുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ ഇവിടേക്ക് ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് അവിടെ വന്നിരിക്കാവുന്നതാണ്. വളരെ വൈകില്ല ഇൻഷാ അല്ലാഹ്. ഒരു മണിക്കൂറിനകം. കൂടുതലായി പോവോ? 10:15 തുടങ്ങിയത്, ഒരു 12:15 ആവണ്ടേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 12 മണി 12:10 ആകും. 12:10 ആകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുക. 3 സ്വലാത്ത് ചൊല്ല. സല്ലു അല നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. جزاكم الله خير. ഇരിക്കി. മഴയുള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ചൂടുണ്ടാ? മഴ ഇല്ലെങ്കിൽ ചൂട് തന്നെയാണല്ലേ. മഴ ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ സാരമില്ല. അള്ളാഹുവിൻ്റെ ചില നിഅമത്തുകളും അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളും ഇതിലൊക്കെ ഖൈറുണ്ടാവും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ വോയിസ് ഓഫ് അൻവാർ ശരി എന്ന് പറയുന്ന ഒരു പ്രസാധനം ഇവിടെ ഉണ്ട്. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ കൊണ്ടുതരുമ്പോൾ എല്ലാവരും അന്ന് വാങ്ങിക്കണേ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് സംഘാടകർക്ക് വേണ്ടി. ജസാക്കുമുല്ലാഹു ഖൈറ. ഒരു സ്വഹാബിയുടെ ദുഃഖം, മുഖത്തെ വേദന
ആ മൗനം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നു, അബൂ ഉമാമ, നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്, സങ്കടമുണ്ട് എന്നല്ലേ പറഞ്ഞത്? അത് വീടാനും സങ്കടം ഇല്ലാതെയാവാനും കടങ്ങൾ വീടാനും ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലണേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനത് ചൊല്ലാൻ തുടങ്ങി. എങ്ങനെയാണാവോ എൻ്റെ കടങ്ങൾ വീടുകയെന്ന് ഞാൻ വിചാരിച്ചു വെച്ച മല പോലെ വരുന്ന എൻ്റെ കടങ്ങൾ ഞാൻ അറിയാതെ അള്ളാഹു എനിക്ക് വീട്ടിത്തന്നു എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയണേ. അബൂ ഉമാമ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. അല്ലാഹുവേ, സങ്കടവും ദുഃഖവും വരുന്ന കാര്യങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചവനെ, മടിയും അലസതയും അശക്തതയും വന്നു പോകുന്നതിൽ നിന്ന് കാവൽ നൽകണമേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, ഭീരുത്വവും പിശുക്കും ഞങ്ങൾക്ക് തരരുതേ റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ. കടങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കേണമേ. വഖഹ്രിർ റിജാൽ. കടം കൂടിയാൽ ആളുകൾ വന്ന് ആക്രമിക്കുന്ന അവസ്ഥയിൽ നിന്നും അല്ലാഹുവേ കാവൽ നൽകണമേ. സ്വഹാബത്തിന്റെ ദുഃഖങ്ങൾ ഹബീബുണ്ട്, അവരുടെ സന്തോഷങ്ങളിൽ ഹബീബുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ഉമ്മത്തിന്റെ മുഖം കണ്ട് മനസ്സിലാക്കുന്നവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ എന്ന പേരുണ്ടായിരുന്ന അബൂ ഹുറൈറ എന്നറിയപ്പെടുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു. മഹാനായ സ്വഹാബി പട്ടിണി കിടന്നിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പറയാറുണ്ട്, ഞാൻ പട്ടിണി കാരണം വിശന്ന് മദീന പള്ളിയിൽ ബോധം കെട്ടി വീഴാറുണ്ട്. ചില ആളുകൾ വിചാരിക്കും എനിക്ക് ജിന്നു കൂടിയതാണ്, പിശാച് ബാധയേറ്റതാണെന്ന്. എനിക്ക് പിശാച് ബാധയല്ല, ജിന്നു കൂടിയതുമല്ല, വിശപ്പ് കൊണ്ട് ഞാൻ തളർന്നതാണ്. അങ്ങനെ ഒരു ദിവസം മദീനയുടെ തെരുവിൽ ഞാൻ കിടക്കുന്നു, മലർന്നു കിടക്കുന്നു. അതിരാവിലെ വിശന്ന് പ്രയാസത്തിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ 300ഓളം വരുന്ന മുതഅല്ലിമീങ്ങളിൽപ്പെട്ട ഒരു മുതഅല്ലിമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വിശന്ന് കിടക്കുമ്പോൾ ഒരാളോട് അഭിമാനം തോന്നിയത് കൊണ്ട് ഒരാളോട് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മടിയാണ്. ഭക്ഷണം തരുമോ എന്ന് എങ്ങനെ ചോദിക്കാം? അപ്പൊ അങ്ങനെ കിടന്നു. ആരെങ്കിലും വരുമ്പോ അവരോട് ഏതെങ്കിലും ഒരായത്ത് ഓതി കൊടുക്കും, അതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരൂ. അതിനിടയിൽ എനിക്ക് വിശപ്പുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ അവർ ഭക്ഷണം തന്നേക്കും. അങ്ങനെ കിടക്കുകയാണ് മദീനയുടെ തെരുവിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഹദീസുകൾ ലോകത്തിന് കൈമാറിയ സ്വഹാബികളിൽ പ്രഗൽഭനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ വരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളാണ് വരുന്നത്. ഞാൻ അവിടെ തന്നെ കിടന്നു. എൻ്റെ അരികത്തേക്ക് എത്തിയപ്പോ എന്നോട് ചോദിച്ചു, അബൂ ഹുറൈറ എന്താണ് ഈ കിടത്തം? അപ്പൊ ഞാൻ പറഞ്ഞു, ആയത്തുൻ ഫീ കിതാബില്ലാഹ്, ഖുർആനിൽ ഒരു ആയത്തില്ലേ, ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? അപ്പൊ എനിക്ക് അർത്ഥം പറഞ്ഞു തന്നു. സിദ്ദീഖ് തങ്ങൾ കടന്നു പോവുകയും ചെയ്തു. ഞാൻ അവിടെ തന്നെ കിടന്നു. ഇനി ആരെങ്കിലും വരുമോ? അതാ വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സംഭവങ്ങളിൽ പോലും ആ സംഭവങ്ങളുടെ ക്രോണോളജി പോലും അങ്ങനെയാ. ആദ്യം സിദ്ദീഖ് എന്നവരെ, പിന്നെ ഉമർ എന്നവരെ. ഉമർ തങ്ങൾ വന്നു. എന്താ അവിടെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമറേ, ഖുർആനിലെ ആയത്തില്ലേ, ഞാനൊരു ആയത്ത് ഓതി കൊടുത്തു, അതിനർത്ഥം എന്താണ്? ഉമർ എന്നവർ അർത്ഥം പറഞ്ഞു തന്നു. ഉമർ തങ്ങളും കടന്നുപോയി. എനിക്ക് വിശപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. വീണ്ടും ഞാൻ അവിടെ തന്നെ കിടന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആ വഴിയിലൂടെ കടന്നു വരുന്നു ലോകത്തിന്റെ ഗുരു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആരെയാണോ ലോകത്തിന് മുഴുവനും കരുണയായി അല്ലാഹു നിയോഗിച്ചത്, ആ പുണ്യപ്രവാചകർ കടന്നു വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊരായത്തോ ഒരു ഹദീസോ നബി തങ്ങളോട് ചോദിക്കേണ്ട അവസ്ഥ വന്നില്ല. എന്നെ കണ്ടപ്പോഴേ എന്റെ മുഖം കണ്ടപ്പോൾ നബിക്ക് മനസ്സിലായി എന്റെ പ്രശ്നം എന്താണെന്ന്. എഴുന്നേൽക്ക് അബൂ ഹുറൈറ, എഴുന്നേൽക്ക്. 1,23,000
അനുയായികൾ ഉണ്ടായിരുന്ന ഹബീബാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് നബി തങ്ങളോട് കൂടെ ഉള്ള തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജത്തുൽ വിദാ 1,23,000 സ്വഹാബിമാർ ഹബീബിന്റെ കൂടെയുണ്ട്. അത്ര വലിയ അനുയായികളുടെ ആബാലവൃദ്ധം ജനങ്ങളുടെ നേതാവാണിവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നേതാവ്, ലോകത്തിന്റെ ഗുരു, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന വിശ്വാസികളുടെ നേതാവ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ ഓരോ അനക്കവും മടക്കവും നമുക്ക് മാതൃക, എല്ലാം പിൻപറ്റേണ്ടത്. അവിടുന്ന് പറഞ്ഞു, അബൂ ഹുറൈറ എഴുന്നേൽക്ക അബൂ ഹുറൈറ, എന്റെ കൂടെ വാ, വിശപ്പുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്റെ 2 കൂട്ടുകാർ അരികത്തുകൂടെ കടന്നുപോയിട്ട് അവരാരും ചോദിക്കാത്തൊരു ചോദ്യം, അബൂ ഹുറൈറ വിശക്കുന്നുണ്ടല്ലേ? അതെ. നഅം യാ റസൂലല്ലാഹ്, എന്റെ കൂടെ വാ അബൂ ഹുറൈറ. എന്റെ കൈ പിടിക്കുന്നു നബി തങ്ങൾ. അതാണ് റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മഹല്ലിൽ, നമ്മുടെ അയൽപക്കത്തെ, നമ്മുടെ പരിചയങ്ങളിൽ വിശപ്പും ദാഹവും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ആളുകളെ അവരിങ്ങോട്ട് സഹായത്തിന്റെ ലെറ്റർ തരട്ടെ എന്ന് കാത്തു നിൽക്കരുത്. മഹല്ലുകൾ അങ്ങോട്ട് ഇടപെടേണ്ടവരാണ്, അവരെ ചെന്ന് കാണേണ്ടവരാണ്. അവർക്ക് അഭിമാനം ഉണ്ടാവില്ലേ? ഒരു എഴുതിത്തരാൻ അവർക്ക് കഴിയണമെന്നില്ല, അഭിമാനം സമ്മതിക്കണമെന്നില്ല. മുഖത്ത് നോക്കി നിങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലേ എന്ന് ചോദിക്കുമായിരുന്ന പുണ്യനബിയുടെ അനുയായികളാണ് നമ്മൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ഹബീബായ നബി തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഇരിക്കുന്നു. ആ വീട്ടിൽ ഭക്ഷണമുണ്ടോ? ഫ്രിഡ്ജുണ്ടോ? ഫ്രീസറുണ്ടോ? മൈക്രോവേവ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഭക്ഷണവും ആ വീട്ടിലില്ല. ഹബീബായ നബി തങ്ങൾ, സിദ്ദീഖ്, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ, അബൂ ഹുറൈറ തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. അവർ പുഞ്ചിരിക്കുന്നു. 2 പേരും വിശന്നിരിക്കുകയാണ്. 2 പേരും വിശന്നിരിക്കുന്നു. നോക്കണേ, അതായിരുന്നു ഹബീബിന്റെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ